നമസ്കാരം. വളരെ വിശിഷ്ടമായ ഒരു കാര്യം നടക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കൊട്ടാരക്കര പുലമൺ ശിവപാർവതി ക്ഷേത്രം. നാളെ ഇവിടെ വളരെ വിശിഷ്ടമായ ഒരു സംഭവമാണ് നടക്കുന്നത്. പാചകപ്പുരയൊക്കെ വളരെ സജീവമായിരിക്കുന്നു. ഏതാണ്ട് 1000-ഓളം പേർക്ക് ഇരിക്കാനുള്ള കസേരയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഈ സാബു ചേട്ടൻ, ഇതിന്റെ പിന്നാമ്പുറം പിടിക്കുന്ന മുഖ്യ ഇതിന്റെ എല്ലാം നയിക്കുന്നത് നമ്മുടെ സാബു ചേട്ടനാണ്. ചേട്ടാ, വലിയ തിരക്കിലാണല്ലോ. ജോലി തുടങ്ങിയതേ ഉള്ളൂ. ഏകദേശം ഒരു രാവിലെ ഒരു 10 മണിയാകുമ്പോൾ. എന്തൊക്കെയാ പരിപാടികൾ? 41 കൂട്ടം തൊടുകറികൾ, 12 പായസം, ഒഴിച്ചുകറികൾ 4. ഇലയിട്ടാണ് വിളമ്പുന്നത്. അതിന്റെ 1000-നടുത്ത് സീറ്റ് വരും. 1000 പേർക്ക് ഒരു ദിവസം, ഒരു നേരം, ഒരു സമയത്ത്. അത് ഏതാണ്ട് 12 മണിക്ക് വായന നിർത്തിയതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് 12 ആകുമ്പോഴത്തേക്ക് ഊണ് കൊടുത്തു തുടങ്ങും. അതിന് ഏതാണ്ട് ഒരു 120 പേരോളം വിളമ്പുകാർ തന്നെ ഉണ്ട്. അവരെല്ലാം രാവിലെ 9 മണിക്ക് എത്തിച്ചേരും. എല്ലാവരും ഓരോ സെക്ഷനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് വാർപ്പുകളൊക്കെ ഇരിക്കുന്നല്ലോ. ഇത് 12 പായസമുണ്ട്. 12 പായസനായിട്ടുള്ള വാർപ്പുകളാണ്. 5 കോരും. കോരിട്ട് ബാക്കി 7 ഓയിലും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പുറത്തുള്ള അടുപ്പിലോട്ട് അവർ സജ്ജമാക്കും. ഈ ക്ഷേത്രത്തിൽ എങ്ങനെ എത്ര ആളുണ്ട് ചേട്ടന്? വർഷങ്ങളായിട്ട്. ഇപ്പൊ ഈ 41-ന്റെ സദ്യ എന്ന് പറയുമ്പോൾ 2ാമത്തെ പ്രാവശ്യം. ഇപ്പോഴത്തെ നിലവിൽ മൈലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ, നേരത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്നു വർഷങ്ങളായിട്ട്. പുത്തൂർ സന്തോഷാണ് പുള്ളിയുടെ വഴിപാടാണ് ഈ സദ്യ. ഇതിന് മുന്നേ ഉത്സവ സദ്യയായിരുന്നു. 11-ന്റെ അന്ന് 12 കൂട്ടം പായസം ഉൾപ്പെടെ ഉത്സവ സദ്യ പുത്തൂർ സന്തോഷാണ് തുടങ്ങി വെച്ചത്. ഈ വർഷങ്ങളായിട്ട് സദ്യ കൊടുക്കുന്ന ഒരു ചടങ്ങ് ഏറ്റെടുത്ത് നടന്നെങ്കിലും ഈ 41 കൂട്ടം കറി എന്നൊക്കെ പറഞ്ഞ ആദ്യം ഒന്ന് ഞെട്ടിയോ? കഴിഞ്ഞ പ്രാവശ്യം 12 പായസം. അല്ല ചേട്ടന ഒരു വലിയ ഉത്തരവാദിത്വം വന്നല്ലോ. 12 കൂട്ടം പായസം വെച്ച് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ 41-നുണ്ട്. 41-ന് ഇപ്പൊ 2 വർഷം ഉള്ളൂ. ഉത്സവ സദ്യ 11-ന്റെ അന്ന് 12 കൂട്ടം പായസം വെച്ചിരിക്കും. അതെല്ലാ വർഷവും ഉണ്ട്. അതിപ്പോ നടത്തുന്നതിന് ഒരു 4 വർഷമായിട്ട് മംഗലത്ത് പൗരസമിതിയാണ്. പഞ്ചായത്ത് മെമ്പറായ 2 വർഷമായിട്ട് 41-ന് സദ്യ. പായസം എന്തൊക്കെ ആയിട്ട് കേട്ടോ? ഇത് പാലടയുണ്ട്, കടപ്രഥമന്, മുളയരി, കടല, സേമിയ, പായസം, ഈട്ടപ്പഴം, കപ്പപ്പഴം, പഞ്ചാമൃതം. അങ്ങനെ 12 ഇല നിറയും. ഇല നിറയും. ഈ കൂട്ടാനോ 41 കൂട്ടം വരുന്ന എന്തൊക്കെ ഐറ്റങ്ങൾ ചേർത്ത്? പച്ചടി, കിച്ചടി, അവിയൽ, വെളുക്കോട്ടി, തോരന്, അച്ചാറ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ തീയലുണ്ട്, കൂട്ടുകറിയുണ്ട്. തീയൽ 2 ഉള്ളൂ, കൂട്ടുകറി 1. പിന്നെ ഓലൻ 2 സ്റ്റൂ ഉണ്ട്. പിന്നെ ചമ്മന്തി, തൈര്, മുളക്, പിന്നെ പഴം, പപ്പടം, ചക്കവറ്റി, ഉപ്പേരി, എല്ലാം കൂടെയാണ് 41 കൂട്ടം. എന്തായാലും ആകെ വേണോ ഭക്ഷണപ്രിയർക്ക്? വളരെ ഒരു ടേബിളിൽ 2 ഇല ഇടാൻ പറ്റും. 2 ഇല ഇടാൻ പറ്റും. അത്ര നീളം വരും. ഇതിന്റെ ഒരു ഒരുക്കം എത്ര ദിവസമായിട്ട് തുടങ്ങി ശരിക്കും? ഇത് 2 ആഴ്ചയായിട്ട് ഓരോ കടകളിലേക്കുള്ള തുണ്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി കൊടുത്തോണ്ടിരിക്കുക. പലചരക്ക് ഒരു കടയിൽ നിൽക്കും. മലക്കറി നാട്ടിൽ നിന്ന് നേരിട്ട പള്ളിയിലുള്ള ആളാണ് നടക്കുന്നത്. അതെല്ലാം കൃത്യസമയത്ത്. ഈ പാചകം മൊത്തം ചേട്ടൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്? എത്ര പേരുണ്ട്? ഇതിപ്പോ 20 പേരുണ്ട്. ഇതിപ്പോ അതില് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നവരാ. എല്ലാരെയും അവർക്കറിയാം. ഇപ്പൊ നാളെ എപ്പോഴത്തേക്ക് ഫ്രീ ആവും? അപ്പൊ ഇതെല്ലാം കഴിയുമ്പോൾ ഫ്രീ ആവണമെങ്കിൽ 5 മണിയാവും. 5 മണി വരെയുള്ള ജോലിയാണ്. അതുവരെ വിളമ്പ് നടന്നുകൊണ്ടിരിക്കും. വരുന്നവര് ചോറുണ്ടേ പോകും. അതിന് അത്ര സമയമൊന്നുമില്ല. അവര് ക്യൂ നിന്നാലും. ചേട്ടനെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷമാകുന്നുണ്ട്. പക്ഷെ ആ സന്തോഷമായിരിക്കും ഈ പായസത്തിന്റെ ഒക്കെ ഗുണത്തിൽ പ്രതിഫലിക്കുന്നത്. അമ്മയുടെ കഴിവാണ്. അതെ, നിമിത്തമാവുന്നേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാ ജോലികളൊക്കെ? ഓക്കെ. അപ്പം 41 കൂട്ടം കറികളാണ് നാളെ ഇവിടെ ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ 12 കൂട്ടം പായസം. ഈ സാബു ചേട്ടനാണ്, സദാനന്ദപുരം സ്വദേശിയാണ്. അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ഭരണസമിതിക്കാർ 41 കൂട്ടം കറി 12 പായസമൊക്കെ വയ്ക്കണം എന്ന് പറയുമ്പോൾ സാധാരണ ഈ പാചക തൊഴിലുമായിട്ടൊക്കെ നടക്കുന്നവരെ സംബന്ധിച്ച് വലിയ ടെൻഷനാണ്. കാരണം ഇത്തരം പ്രായമൊക്കെ ഉണ്ട്. പക്ഷെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റെടുത്തത് ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിന്റെ, ഈ അമ്മയുടെ ഒരു കഴിവാണ്, കാരുണ്യമാണ്, ഒരു അനുഗ്രഹം ചൊരിയുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ആണ് എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ 2ാമത്തെ വർഷമാണ് ഈ 41-ന് 12 കൂട്ടം പായസവും 41 കൂട്ടം കറിയുമായി ആഹാരം കൊടുക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ചേട്ടാ, ഒരു വലിയ വെല്ലുവിളിയല്ലേ ഇതിങ്ങനെ ഒരു കൃത്യമായി ഇത്രയും ചെയ്യാൻ നടപ്പിലാക്കാൻ? നാട്ടുകാരെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതൊരു? നാട്ടുകാരെ സംബന്ധിച്ച് നല്ലൊരു ആഘോഷം തന്നെയാണ്. ഉത്സവത്തിന്റെ ഒരു ആഘോഷം തന്നെയാണ്. അത് മാറ്റം വെക്കാത്ത കാര്യം.
മറ്റല്ലാത്തവരെ ഒരു സന്തോഷ മെമ്പർ അതിന് വേണ്ടി മുൻകൈ എടുത്ത് നടത്തി കാര്യങ്ങൾ യഥാക്രമം എല്ലാം ഓടി നടന്ന് ചെയ്യും. ഞങ്ങളൊക്കെ അതിന്റെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ എളുപ്പം തീർന്നു, എന്നാലും ഒരു വലിയ ഒരുക്കമില്ല. എത്ര നാളത്തെ? തീർച്ചയായിട്ടും ഒരു പുള്ളി ഒരു മാസം കൊണ്ടേ ഉള്ള ഇതാണ്. സ്ഥലമായാലും അതിനുള്ള സാധനങ്ങളായാലും എല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം നടത്തും. ഈ എത്ര മണിയാലും ആഹാരമൊക്കെ കൊടുത്തു തുടങ്ങും? 12:15 വായന നിർത്തിയാൽ തുടങ്ങി. അപ്പോൾ വായന നിർത്തി അവിടെ കൊണ്ട് വെച്ച് 12:15 12:15 മുതൽ ഭക്ഷണം തീർന്നിടം വരെ. അത് എത്ര സമയം എത്ര ആൾക്കാർ വന്നാലും തീരുന്നിടം വരെ കൊടുക്കും. തീർന്നിടം വരെ എന്ന് വെച്ചാൽ തീരാനുള്ള ഭക്ഷണം എല്ലാവരും വരുന്നില്ല. അത് 6 മണിയായാലും 7 മണിയായാലും വരുന്നവർക്ക് അന്നേ ദീപാരാധന വരെ ഭക്ഷണം കൊടുത്തിരിക്കും. വെച്ചോണ്ടേയിരിക്കും തീരുന്നതിന്. അതെ അതെ, അത് അതിന് ഒരു മാറ്റം ഇല്ലാത്ത കാര്യം. അല്ല, ഈ പായസമൊക്കെ ആ സമയം വരെ കാണും? നമുക്ക് പാഴ്സലുണ്ട് ഇവിടെ. ഞങ്ങളുടെ അമ്പലത്തിനെ സംബന്ധിച്ച് ഈ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവർക്ക് മാത്രമല്ല ഭക്ഷണം കൊടുക്കുന്നത്. വീട്ടിലിപ്പോൾ ഒരു വയ്യാതെ നടക്കുന്ന ഒരാളുണ്ടെങ്കിലും ഒരു സുഖമില്ലാത്ത പാർട്ടി ഉണ്ടെങ്കിലും വരാക്കാത്ത ഭക്ഷണം ഉണ്ടെങ്കിലും അവർക്ക് ഭക്ഷണം ഞങ്ങൾ കൊടുക്കും. അതിന് പ്രത്യേക ഒരു കൗണ്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ അമ്പലത്തെ സംബന്ധിച്ച്. അത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിച്ചിട്ടുള്ള അങ്ങനെ ദൂരെ കണ്ടിട്ടില്ല. ഈ ക്ഷേത്രത്തിലല്ല, ഞങ്ങളുടെ ഈ ദേവീ ക്ഷേത്രത്തിലല്ല, വേറെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വയ്യാതെ നടക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തിരിക്കും. അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അത് സന്തോഷൻ്റെ ഒരു മനസ്സാണ്, സന്തോഷൻ്റെ ഒരു മനസ്സിനെ പറയാനൊക്കെ. അതിന് നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കും. അതാണ്. അപ്പോൾ എന്തായാലും ഒരു 2 ആഴ്ചയായി ഈ നാട് വലിയൊരു ആഘോഷ തിമിർപ്പിലേക്ക് മാറിയിട്ട് നാളെ അതിന്റെ പൂർത്തീകരണമാണ്. ചേട്ടാ എന്താ പറയാനുള്ളത് ഇപ്പം? എന്താ പറയാന്ന് പറഞ്ഞാൽ ഇവിടെ അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നല്ല വരുന്ന ആൾക്കാർ ഒരുപാട് പേരും ഇവിടെ സകല സമയം പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ്. അത് അതിന് അടിക്കടി ഉയർച്ചയിലേക്ക്. ഈ നമ്മുടെ അടുത്ത പ്രദേശത്ത് ഇങ്ങനെ ഒരു സംഭവം കേട്ടുകളിയുള്ളതല്ല. ഇത്രയും 41 കൂട്ടം കറിയും 12 കൂട്ടം പായസമൊക്കെ. ഭരണസമിതി അംഗമാണ്. ഓക്കെ, ഭരണസമിതി അംഗം. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പേര് അജി. ഭരണസമിതി അംഗമായ ചേട്ടാ അജി ചേട്ടനാണ് ഇപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇവിടെയൊക്കെ നാടിൻ്റെ ഒരു വലിയ ആഘോഷം കൂടിയാണ്. വളരെ ഭക്തിപൂർവ്വം നടത്തുന്ന ഒരു ചടങ്ങും അങ്ങനെയൊക്കെ ഒത്തിരി പ്രത്യേകതകൾ ഇതിനുണ്ട്. എന്താ ചേട്ടാ പറയാനുള്ള ഈ സമയത്ത്? മണ്ഡലച്ചെറുപ്പോടുകൂടി അവസാനം 41 ചെറുപ്പ് ചേർന്നുള്ള സദ്യയാണ് നാളെ നടക്കുന്നത്. നാളത്തെ പ്രത്യേകത വടക്കേ നട തുറപ്പും കുറിച്ച് 41 കൂടെ ഒരുമിച്ച് വരുന്ന ദിവസം വടക്കേ നട ഉറപ്പുണ്ട്. നമ്മുടെ മെയിൻ വടക്കേ നട ഉറപ്പ്. അത് ഈ പ്രാവശ്യം ഈ രണ്ടും കൂടെ ഒരു ദിവസം. അത് അപൂർവമായിട്ട് അങ്ങനെ വരുന്നു. അപൂർവമായിട്ടാണ്. എൻ്റെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായി? ഒരുക്കങ്ങൾ ഇതിനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ശ്രമം ഇതിന്റെ പിന്നിൽ വേണം. പെട്ടെന്ന് പറഞ്ഞു തീരുന്നതല്ലല്ലോ. ഉണ്ട്. ഒരു വ്യക്തി ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സദ്യയുടെ നാളത്തെ മൊത്തം. സദ്യയുടെ മാത്രമല്ല, ഈ അമ്പലത്തിന്റെ ഇത് ഉയർച്ചയ്ക്കുള്ള കാര്യം ഒന്നാമതായിട്ട് വരുന്ന വ്യക്തി പുള്ളിയുടെ ഏർപ്പാടാണ് മൊത്തം. പുള്ളിയുടെ 41 കിടക്കുക. ചേട്ടാ ഇങ്ങനെയൊരു ഇത് വന്നേ എങ്ങനെ? ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ഈ 41 കറി 12 കൂട്ടം പായസം അങ്ങനെ വരാനുള്ള ഒരു കാരണം? പുള്ളി ഇത് താല്പര്യമായിട്ട് എടുത്ത് ചെയ്തതാണ്. എന്നാ തുടങ്ങിയത് ഇങ്ങനെ? ഇതിപ്പോ 2ാം വർഷം. 2ാമത്തെ വർഷം. കഴിഞ്ഞ വർഷം തുടങ്ങി. കഴിഞ്ഞ വർഷം. പിന്നെ വേറെ പ്രത്യേകത, ഉത്സവം പ്രമാണിച്ച് 14 ദിവസം സദ്യയും അന്ന് അവസാനത്തെ ദിവസം 14 കൂട്ടം പായസവും ഇതാണ് സദ്യ. ലാസ്റ്റ് ദിവസം എന്തോ തേങ്ങയായിട്ടൊക്കെ കഴിക്കുന്നത്? തേങ്ങ അവിടെ പൊട്ടിച്ചോണ്ടിരിക്കുന്നു. എത്ര തേങ്ങ പൊട്ടിക്കണം? അത് എത്രന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാക്കിനകത്ത് എണ്ണയില്ല. 2 ചാക്ക് ഇരിപ്പുണ്ട്. വേണേ ലൈഫ് വേണം. അപ്പൊ അത് ലൈവായിട്ട് കാണാം. ലൈവായിട്ട് വേണം. നമ്മള് സന്തോഷമാണല്ലോ മുഖത്ത്. പിന്നെ സന്തോഷം ഇല്ലയോ? നമ്മുടെ ഉത്സവം ഇല്ലയോ? നമ്മുടെ ചെറുപ്പല്ലേ, ലാസ്റ്റ് ചെറുപ്പല്ലേ. കോട്ട് ആയ പുള്ളിയുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നേ, പുള്ളിയുടെ പൈസക്ക് ചെയ്യുന്നേ. അപ്പൊ അത് നമ്മളെ കൊണ്ട് ആവുന്ന സഹായിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ വരുന്നവർക്കെല്ലാം കൊടുത്തു സദ്യ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ എത്ര വെക്കുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ. അതിപ്പോ സാറ് വന്നാലും അത് തന്നെ. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്നവർക്കെല്ലാം നാളെ സദ്യ ഉണ്ട്. അപ്പൊ സന്ധ്യ വരെ എത്ര ആള് വരുന്നു അവസാനം വരെ സദ്യ വെച്ചുകൊണ്ടിരിക്കുക. ആഹാരം തീരുന്നതനുസരിച്ച് അങ്ങനെയാണ് കേട്ടോ. ഈ ചോറ് തീരുന്നതനുസരിച്ച് പിന്നെ വെച്ചോണ്ടിരിക്കും. ആഹാരത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. അത് അവസാനം വരെ
നാളെ വൈകുന്നേരം കാണും. ഉണ്ട്. ദീപാരാധന അതിന് മുമ്പ് വരെ കാണും. ഇപ്പം വന്നാലും ആഹാരം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കാണുന്നതാണ് പുലമൺ ശിവപാർവതി ക്ഷേത്രം. ഓക്കെ. അപ്പോൾ ഇത് ഈ സദാനന്ദപുരത്തുള്ള സാബുചേട്ടൻ്റെ നേതൃത്വത്തിൽ വളരെ പണിപ്പെട്ടാണ് 10-20ഓളം ജോലിക്കാർ ഇതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം നടന്നത്. നമുക്ക് പറയുമ്പോൾ ഈ 41 കൂട്ടം കറി 12 കൂട്ടം പായസം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇതങ്ങ് തീരും. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് പുലമൺ ശിവപാർവതി ക്ഷേത്രം. ഇവിടെ സീറ്റുകളെല്ലാം ഒരുക്കി കഴിഞ്ഞു. ഒരേ സമയം ഏതാണ്ട് 1000ഓളം പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം പ്രത്യേക പന്തലൊക്കെ ഇട്ട് ഒരുക്കിയിരിക്കുകയാണ്. സാധാരണ ഒരു മണ്ഡലച്ചിറപ്പിന് അവസാനിക്കുമ്പോൾ നടത്താറുള്ളൊരു സദ്യയോ പാൽപ്പായസം പോലെ തീരുന്നതല്ല ഇവിടം. ഇതാണ്ട് ഏത്തപ്പഴമൊക്കെ വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ്. 41 കൂട്ടം പഴവും പർപ്പിടകം ഒഴിച്ചിട്ടാണ് ഈ 41 കൂട്ടം പഴങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കി നേരത്തെ തന്നെ സജ്ജമാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ ലക്ഷങ്ങളാണ് ഇതിന് വേണ്ടുന്ന ചിലവ്. ഇല സദ്യ ഒരു പാത്രത്തിലൊന്നുമല്ല, ഇലയിൽ വിഭവസമൃദ്ധമായ സദ്യ. 41 കൂട്ടം പായസം, 12 കൂട്ടം പായസം, 41 കൂട്ടം കറി. ഇതിന്റെ സ്ഥിരം ഉള്ള ഓഡിറ്റോറിയമാണ്. ഇതിലെല്ലാം ഇങ്ങനെ സീറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നു. ആഹാരം വാങ്ങിക്കൊണ്ട് വളരെ സാവധാനത്തിൽ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് മടങ്ങാനുള്ള സജ്ജീകരണമാണ് ഈ ക്ഷേത്ര ഭരണസമിതി ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇത്ര വിപുലമായി, എല്ലാ വർഷവും നൽകാറുണ്ട്, ഇത്ര വിപുലമായ ഒരു സദ്യ രീതിയിലേക്കൊക്കെ മാറിയത് കഴിഞ്ഞ വർഷം മുതലാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നടന്നത്. വലിയ ജനപ്രവാഹമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ടാകുന്നത്. ഉത്സവത്തിനൊക്കെ ഒരുപക്ഷെ കൊട്ടാരക്കര ടൗണിലെ ഒരുപക്ഷെ ഗണപതിക്ഷേത്രത്തെ ഉത്സവത്തോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് ഈ പുലമൺ ശിവപാർവതി ക്ഷേത്രം ഉയർന്ന് നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനും അതിൻ്റേതായ ഗുണമുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും വലിയ തിരക്കിലാണ്. എന്താണ് ഇവിടെ ഈ ചേച്ചിമാരെല്ലാം വലിയ തിരക്കില്ല. കാരണം ഈ 41 കൂട്ടം കറി ഉണ്ടാക്കണം. അവര് നേരത്തെ തന്നെ തിരക്ക് തുടങ്ങി. ചേച്ചി വലിയ തിരക്കാണല്ലോ. എന്തൊക്കെയാ വിശേഷം? ഇന്ന് രാവിലെ ആ, നാളെ എത്ര മണി വരെ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കണമെന്ന്? നാളെ രാവിലെ ഒരു 10 മണി വരെ ഞങ്ങൾ അരിയും. അത് കഴിഞ്ഞാ അല്ലാതെ എത്ര മണി വരെ? 10 മണി വരെ അരിഞ്ഞ് 12 മണിക്ക് കൊടുക്കണ്ടേ? അതെ അതെ, 41 കൂട്ടം വെക്കണ്ടേ? 41 കൂട്ടം വെക്കണം. അപ്പൊ ഈ ചേട്ടൻ ഇതിങ്ങനെ വെച്ചു കൊടുക്കാൻ ഏറ്റെടുത്തെങ്കിലും ഇതിന്റെ പ്രധാന കക്ഷികൾ നിങ്ങളാണ്. നിങ്ങൾ അരിഞ്ഞ് കറക്റ്റ് ആയിട്ട് ഇതെല്ലാം ചെയ്ത് കൊടുത്തേ പറ്റും. ഞങ്ങളെല്ലാരും ഒരു മനസ്സോടെ 20 പേരും ഉണ്ട്. 20 പേര് സ്ഥിരമായിട്ടുള്ളതാ? സ്ഥിരമായിട്ടുള്ളതാ. ഇത് കഴിഞ്ഞ വർഷമാണോ ഇങ്ങനെ തുടങ്ങിയത്? കഴിഞ്ഞ വർഷം തുടങ്ങി. ആദ്യം കേട്ടപ്പം പേടി തോന്നിയോ? ഇല്ല, പേടിയൊന്നുമില്ല. ഞങ്ങൾ ഉത്സവത്തിന് ഞങ്ങളാ വരുന്നേ. അല്ല, ഈ 41 കൂട്ടം കറിയൊന്നും വെക്കാറില്ലല്ലോ? ഞങ്ങൾ വെക്കും. കുഴപ്പമില്ല. അപ്പൊ വെല്ലുവിളി ഏറ്റെടുത്തോണ്ടാണ്. ഉറപ്പാ. തൊഴിലാളിക്ക് കുഴപ്പമില്ലല്ലോ. അതെ അതെ. അപ്പൊ ഇവരെല്ലാം വളരെ സജീവമായ വിശ്രമമില്ലാതെ ഈ കറിക്ക് ഉള്ള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 41 കൂട്ടം കറിക്കുള്ള കൂട്ടങ്ങളാണ് അരിഞ്ഞു ചേർക്കുന്നത്. ചേച്ചിയെ എന്തുകൊണ്ട്? നല്ല വിശേഷമാണ് ഇത് കാണാൻ തന്നെ. കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. അപ്പൊ പിന്നെ ചെയ്യുമ്പോ എന്തായിരിക്കും? അതിനേക്കായി സന്തോഷം, ചെയ്യുന്നതിന് സന്തോഷം. അപ്പൊ ഇതിങ്ങനെ നോക്കിയിരുന്നേ അല്ലയോ വരുന്നത്? ഇങ്ങനെ ഈ ക്യാരറ്റൊക്കെ അരിഞ്ഞു ഉറുക്കുവാണ്. ചേച്ചി പറഞ്ഞോ. ഒരുപാട് സന്തോഷം ചെയ്യുന്നതിനും. ഈ ക്ഷേത്രമായപ്പോ കുറച്ചുകൂടെ താല്പര്യമുണ്ടോ? ഇനി ഇതേ ഈ 41 കൂട്ടം ഒരു സാധാരണ സദ്യക്ക് വേണ്ടുന്നത് കൂടുതൽ സാധനങ്ങൾ ഒരുക്കും. എങ്ങനെയാണത്? അതിൽ കൂടുതൽ അരിഞ്ഞണം. നിങ്ങൾ ഈ പുള്ളി ഒരുക്കുന്ന സദ്യയിലെല്ലാം നിങ്ങളെല്ലാവരും കൂടെ ഒരു ഇത്രയും പേരാണോ അരിയാൻ വരാറുള്ളത്? അപ്പൊ ഇതിനിടയിൽ ഒരു ചേട്ടനുണ്ട്. അപ്പൊ ആ ചേട്ടൻ വളരെ സജീവമായി തല കുനിഞ്ഞിരുന്നു, തല പൊങ്ങാതിരുന്ന് അരിയുക. ചേട്ടോ പറഞ്ഞാട്ടെ, എന്തൊക്കെയാണ് ഇതെന്തോ അമരിക്ക സെറ്റായിട്ടൊക്കെ വെച്ച് അരിയുന്നത്? ആദ്യം സാമ്പാറിനുള്ളതാ. അപ്പൊ ഈ കറിക്കുള്ളതൊക്കെയോ? കറിക്കുള്ളത് ഞങ്ങൾ കുറെ അരിഞ്ഞു, ഇനി അരിയുണ്ട്. അപ്പൊ രാവിലെ എപ്പോ തുടങ്ങി? രാവിലെ 8 മണിയായപ്പോൾ തുടങ്ങി. 8 മണി മുതൽ വിശ്രമമില്ല പണിയോ? നാളെ രാത്രി വരെ പണി ഉണ്ടോ? രാത്രി ഇല്ല, രാവിലെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം അരിഞ്ഞ് തരും. ബാക്കിയുള്ള പരിപാടികൾ വേറെ ഉണ്ട്, പായസത്തിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിലേക്കും പോണം. ഇവിടെ ഇങ്ങനെ നിരന്നിരുന്ന് സദ്യക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാ. എന്താ പറയുന്നത് ചേച്ചി? സന്തോഷമാ. 41 കൂട്ടം ഒരുക്കണ്ടേ? അപ്പൊ എല്ലാ വർഷവും നിങ്ങൾ എല്ലാവരുടെ നടപ്പിലാക്കും ചെയ്യുന്നേ? അതാണ്. ഇവിടെ ചേച്ചി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പറഞ്ഞ ചേച്ചി എങ്ങനെയുണ്ട്? അല്ലെ, നമ്മുടെ ഈ അടുത്ത പരിസരത്തൊന്നും ഇല്ല ഇങ്ങനെ ഒരു സംഭവം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം, വലിയ സന്തോഷം. ഓക്കെ. അപ്പോൾ അവരെല്ലാം വലിയ തിരക്കിലാണ്. കാരണം കാര്യം പറയാൻ പോലും സമയമില്ല. സമയത്താൽ നാളെ 41 കൂട്ടം കറി ഉണ്ടാവത്തില്ല. ഇവിടെ കലവറ വളരെ സജീവമാണ്. ഈ പഴയിടത്തിന്റെ സദ്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെയും 41 കൂട്ടം കറിയൊന്നും പഴയിടം മോഹന നമ്പൂതിരി ഒരുക്കുന്നില്ല. എന്നാൽ സാബു ചേട്ടൻ ഇത് 41 കൂട്ടത്തെ വളരെ വെല്ലുവിളിയോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണ്.
ഈ കൂട്ടത്തിൽ വളരെ ആക്റ്റീവായ മുതിർന്ന പ്രായം ചെന്നവർ വരെയുണ്ട്. അതുകൊണ്ട് 10-20 പേര് അഹോരാത്രം ഇവിടെ പണിയെടുക്കുകയാണ്, വിശ്രമമില്ല. ഇന്ന് രാവിലെ 8 മണിക്ക് ഇവിടെ എത്തിയവരാണ്. അപ്പം നമുക്ക് ഇതിലെ അംഗങ്ങളൊക്കെ വലിയ ഭാഗ്യത്തോടെയാണ് ഇത് കരുതാണ്ട്. കൂട്ടാൻ വേണ്ടിയുള്ള എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പയറ, പാവയ്ക്ക, പച്ചമുളക്, വെണ്ടയ്ക്ക, അതാണ്ട് ഇതെല്ലാം ഓരോ കൂട്ടാൻ വേണ്ടി തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളാണ്. ഇവിടെ ഒരു ചേട്ടൻ സജീവമായി. എന്തായിട്ട് വെളുത്തുള്ളിയാണോ? ഇവിടുന്ന് എഴുന്നേറ്റിട്ടില്ലെന്ന് തോന്നല്ലോ. ആണോ? എത്ര മണിക്ക് ഇരുന്നയാ? 10 മണിക്ക് ഇരുന്നേ അവിടെ. അന്നേരം മുതൽ ഇങ്ങനെ പല മാറി മാറി അരിഞ്ഞോണ്ടിരിക്കുക. ഇതിനു മുമ്പ് എന്തൊക്കെ അരിഞ്ഞു? ഓ, അപ്പൊ ഈ കറി അരിയുന്ന സ്പെഷ്യലിസ്റ്റ് ആയേട്ടൻ. എല്ലാം പേരെന്തുവാ? എവിടെ സ്ഥലം? എല്ലാരും സദാനന്തപുരത്തരാ. ഈ 41 കൂട്ടം ഒരുക്കണമെന്ന് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് പറഞ്ഞു ചേട്ടൻ, സാബു ചേട്ടൻ. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എന്തോന്ന്? അല്ല, ഈ 41 കൂട്ടം എന്ന് പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ടെൻഷനോ ഭീതിയോ വല്ലതും ഉണ്ടായിരുന്നു? ആ, ഉറപ്പുണ്ടായിരുന്നു. നിങ്ങളെ വിശ്വസിച്ചാണ് ചെയ്തത്. ആ, നിങ്ങൾ ഈ ടീമിൽ എല്ലാവരും ഒരുമിച്ചാണ് എല്ലാ പ്രാവശ്യം കാണുന്നത്? ആ, എത്ര പേരുണ്ട്? എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നു സാബു ചേട്ടൻ്റെ കൂടെ? 10-12 വർഷം. ആ, ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു മാനസികമായിട്ടുള്ള മാറ്റം എങ്ങനെയൊക്കെയുണ്ട്? ഇവിടെ സ്ഥിരമായിട്ട് പാചക സദ്യ ഒരുക്കുന്ന ചേട്ടനാന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലേ. അപ്പം ഇതിൽ ചേച്ചിമാരൊക്കെ എന്ന് വെച്ചാൽ വലിയ സന്തോഷത്തോടെ, കാരണം എങ്ങനെയായാലും ഇതിൽ വരണമെന്നുള്ളൊരു ഇഷ്ടമാണ് അവരെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ ഒരു മനസ്സെങ്ങനെയാണ് ഇതിനകത്ത്? ആ, അപ്പം ഇനിയിപ്പോൾ രാവിലെ ആവും ഇവിടുന്ന് എഴുന്നേക്കെ? ആ, അപ്പോൾ 24 മണിക്കൂറായി. 24 മണിക്കൂർ അരിഞ്ഞാലും ഈ ചേട്ടനെ സംബന്ധിച്ച് ഇത് തീരെയില്ല. കാരണം പുള്ളി അരിഞ്ഞു കൂട്ടുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ മൊത്തം അരിയാനുള്ള സാധനങ്ങളാണ്. കൈതച്ചക്ക, ഏത്തയ്ക്ക, ഇങ്ങനെ വളരെ വിഭവസമൃദ്ധമായി കൂട്ടാൻ 41 കൂട്ടമാണ്. കൊച്ചു കാര്യമല്ല, 41 കൂട്ടം ഒരുക്കണം. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് നാളെ ഈ പുലമൺ ശിവപാർവതി ക്ഷേത്രത്തിലെത്തിയാൽ വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാകും. അതും ദൂഷണലയിൽ, വെറുതെ പാത്രത്തിലൊന്നും കൊടുക്കുന്ന ദൂഷണലയിൽ സദ്യ. ഒരുപക്ഷെ വിവാഹത്തിന് പോലും ഇത്ര വലിയ സദ്യയാണ്. കാരണം 12 കൂട്ടം പായസം, ഈത്തപ്പഴ പായസം ഉൾപ്പെടെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നത്. ഇത് വളരെ ദൂരെ നമുക്ക് പുലമൺ ശിവപാർവതി ക്ഷേത്രത്തെ കാണാം. ഇതൊരു ഭക്തൻ, ഈ ക്ഷേത്രഭാരവാഹിയോട് കൂടിയായ മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായ ശ്രീ കോട്ടൂർ സന്തോഷിൻ്റെ വഴിപാടായിട്ടാണ് നടത്തപ്പെടുന്നതെങ്കിലും അദ്ദേഹം ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗമാണ്. ബാക്കി ഈ ക്ഷേത്രത്തിലുള്ളവരെല്ലാം തന്നെ ഇതിന് വലിയ പിന്തുണയാണ് കൊടുക്കുന്നത്. ഈ അടുപ്പുകളെല്ലാം തീയിട്ട് ഇതിൻ്റെ ഒരു ജോലി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ ഉച്ചവരെയെങ്കിലും ഈ അടുപ്പുകൾ ഇങ്ങനെ പോഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ സജീവമാണ് പാചകക്കാരെല്ലാം. വളരെ മിടുക്കരായ, പ്രായത്തെ പോലും വെല്ലുന്ന ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സാബുച്ചേട്ടൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ ഈ കറിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. എവിടെയാണിത്? കൊട്ടാരക്കര പുലമൺ MC റോഡിൻ്റെ അരികിൽ തന്നെയാണ്. മൈലത്തിനടുത്ത്, മുത്തമ്പലത്തിനടുത്താണ് ഈ പുലമൺ ശിവപാർവതി ക്ഷേത്രം. പക്ഷേ ഇവിടുത്തെ ഉത്സവമൊക്കെ വളരെ പ്രസിദ്ധമാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഉത്സവങ്ങളാണ് നടക്കുന്നത്. ഇതെന്താ ചേട്ടാ? ബീറ്റ്റൂട്ടോ? ഇതെന്തിനുള്ള? അച്ചാറിന് വേണ്ടിയുള്ള. ഓ, എല്ലാം കൂടെ 41 തയ്യാറാക്കണമല്ലോ. എപ്പോൾ തുടങ്ങിയതാ ജോലികളൊക്കെ? ആ, നാളെ വരെ ഇങ്ങനെ നിൽക്കണം. ചേട്ടൻ്റെ പേരെന്തോ? എവിടെയാ സ്ഥലം? തിരുവനന്തപുരം. അപ്പം സാബുച്ചേട്ടൻ്റെ കൂടെ? ആ ആ. അപ്പോൾ ഇതിനു വേണ്ടി വന്നതാണോ അതോ? ഓക്കെ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ചേട്ടനെ കണ്ട് ഇവിടെ അടുത്ത. ഞാനും തിരുവനന്തപുരമാണ്. ഓ, തിരുവനന്തപുരം. ഓ, പേരൂർക്കട. ആ ആ. ഇത് അച്ചാറാണ്. അച്ചാറാ? ഇതെന്തൊരു അച്ചാറാണ്? നാരങ്ങ. ആ, നാരങ്ങ അച്ചാറ്, വെള്ള, ചുവപ്പ്, 2 ഐറ്റം. ആ, നേരത്തെ പോലെ ഈ സാബുച്ചേട്ടൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, നേരത്തെ ഉണ്ട്. വലിയ പാർട്ടി വരുമ്പോഴത്തേക്കും. ഓ, വലുതിന് വരുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പാചകത്തിന് പോകണം. ഓ ഓ ഓ. 17 കൂടാറുണ്ട്. എത്ര വയസ്സായി? 64. 64 വയസ്സിലും ആക്റ്റീവാണ്. ചേട്ടൻ അച്ചാർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നുന്നു. ചെയ്യും ചെയ്യും. ഇതൊരു ഒരു ഒരു പ്രത്യേകതയല്ലേ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും വലിയ പുണ്യമാണ്. ഒരു നിറമാണ്. ഇതൊന്ന് കേട്ടപ്പോഴത്തേക്കും വലിയ സന്തോഷം. ആ, അതിൽ പങ്കെടുക്കണമെന്ന് തോന്നി. അതെ അതെ. ഒരു ക്ഷീണമോ തളർച്ചയോ അങ്ങനെ ഒന്നും ഉണ്ടാവാറില്ല. ആണ്. ഓക്കെ. അപ്പോൾ നാളെ ഇനി തീർന്നിട്ടല്ലേ പോവും?
അത്രേ ഉള്ളൂ. അപ്പം 67 വയസ്സുള്ള ചേട്ടനൊക്കെ ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെത്തിയതോടെ 18ന്റെ ചുറുചുറുക്കോടെയാണ് ഇവിടെ അച്ചാർ തയ്യാറാക്കുന്നത്. അദ്ദേഹം അച്ചാർ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഈ അടുക്കള നിറഞ്ഞ് കവിയുന്ന ഒരു കാഴ്ച. ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ അടുക്കളയാണ്. ഇതിന് ഉള്ളിൽ പായസം തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം വാർപ്പുകൾ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇവിടെ അരിയുന്ന ജോലികൾ സജീവമാണ്. ക്ഷേത്ര ഭരണസമിതി ഞങ്ങളൊക്കെ പല ജോലികൾക്കായി ഓടി നടക്കുകയാണ്. വളരെ വലിയൊരു വിഭവസമൃദ്ധമായ പുണ്യമായ ഒരു ശ്രേഷ്ഠമായൊരു പ്രക്രിയയാണ് നാളെ ഇവിടെ നടക്കുന്നത്. മണ്ഡലകാലത്തിൻ്റെ അവസാനമാണ്. ഈ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ അരിയാൻ കൂട്ടാൻ ഒരുക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളാണ് ഈ സാവുച്ചേൻ്റെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ ഇത് നടക്കില്ല. കാരണം നാളെ 12 മണിയാകുമ്പോഴത്തേന് 41 കൂട്ടം കറിയും 12 കൂട്ടം പായസവും ചേർത്ത സദ്യ തയ്യാറാക്കണം. ഇഞ്ചി ഇവിടെ റെഡിയാക്കുന്ന ദൃശ്യങ്ങളാണ്. ഇപ്പം അച്ചാറിൻ്റെയൊക്കെ പച്ചടിയുടെയൊക്കെ വിവിധ തരത്തിലുള്ള ഫ്ലേവറുകൾ, വിവിധ തരത്തിലുള്ള വെറൈറ്റികളൊക്കെയാണ് സാബുച്ചേട്ടൻ്റെ കൈപ്പുണ്യത്തിലൂടെ തയ്യാറാക്കുന്നത്. സദ്യ കഴിച്ചിട്ടുള്ളവരെല്ലാം തന്നെ മുൻപ് നമുക്ക് കേട്ടിട്ടുള്ള അനുഭവങ്ങൾ വളരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു രുചി വൈഭവം ഈ സദ്യക്കുണ്ടെന്നാണ്, പ്രത്യേകിച്ചും ക്ഷേത്രത്തിലൂടെ നടക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നാളെ 12 മണി എത്തുക എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ആ ഭക്ഷണം എന്ന പുണ്യ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചുള്ളത്. ഇതെന്താ തൊമരയാണോ? കടല. ഇതെന്താ കടലപ്പായസത്തിനുള്ള? ഓക്കെ, കടലപ്പായസത്തിനുള്ള കടല ഒരുക്കുകയാണ്. ഇവിടെയാണ് ഈ 12 കൂട്ടം പായസവും ഒരുക്കുന്നത്. ഇപ്പം 7 വാർപ്പുകളാണ് നിലവിൽ ഈ അടുപ്പിൽ കയറ്റിയിട്ടുള്ളത്. ഇതിൽ 5 എണ്ണം കൂടി വീണ്ടും വാർപ്പ് നിന്ന് പോർത്തി മാറ്റിയിട്ടായിരിക്കും അടുത്ത എണ്ണ അടുപ്പിലേക്ക് നിറയ്ക്കുക. അങ്ങനെ 12 കൂട്ടം പായസങ്ങൾ ആണ് ഇവിടെ തയ്യാറാവുന്നത്. എന്തുകൊണ്ട് അമ്പലത്തിൽ പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് ഒരു വലിയ നാടിനെ സംബന്ധിച്ചൊരു വളരെ പറയപ്പെട്ട ഉത്സവമായിട്ടൊരു കാര്യമാണ് നടക്കുന്നത്. 12 കൂട്ടം പായസം കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും കൊടുക്കാറില്ല. അത് പിന്നെ നമ്മുടെ സന്തോഷ് കുമാർ എന്ന ആളാണ് ഇത് വഴിപാട് നടത്തുന്നത്. എല്ലാ വർഷവും 12 വിളക്കിന് പുള്ളി ആണ് ഇതിന്റെ നടത്തുന്നത്. വളരെ നാടിന് തന്നെ ഒരു വലിയ ഉത്സവമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഇത് വെറും ഒരു ചടങ്ങായിട്ട് മാത്രമല്ല, 150-200 പേരുടെ ഒരു കഠിനാധ്വാനമാണ് ഇതിന്റെ പുറകിലുള്ളത്. എല്ലാവരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹായം. ഇതിന്റെ ഈ വിറവുകളൊക്കെ എങ്ങനെ നമ്മൾ തയ്യാറാക്കും? ഇതിന്റെ സ്പോൺസറാണ് പുള്ളി തന്നെ കൊണ്ടുവരും. പുള്ളി തന്നെ ഇതിന്റെ കാര്യങ്ങൾ മൊത്തം കാര്യങ്ങൾ ഇല തൊട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷ് കുമാർ എന്ന ആളാണ് ഇതിന്റെ എല്ലാം വഹിക്കുന്നത്. ഞങ്ങൾക്ക് വളരെ വലിയൊരു കാര്യമാണ് ചെയ്തു തരുന്നത്. എന്തായാലും ഇവരെല്ലാം വളരെ സജീവമാണ്. ക്ഷേത്ര ഭരണസമിതി ഞങ്ങൾ പല ജോലി തിരക്കിനായി ഓടി നടക്കുന്നു. പഴങ്ങളൊക്കെ ഇങ്ങനെ സദ്യയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ കപ്പപ്പഴമുണ്ട്, ഏത്തപ്പഴമുണ്ട്. ഇങ്ങനെ പലതരത്തിൽ സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഇനങ്ങളാണ്. പുള്ളി വന്നോ? അപ്പോൾ ഈ കാണുന്നതാണ് പുലമൺ ശിവപാർവതി ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ജീവനാടി എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യകാലം മുതൽ ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച അപ്പം ബിജു എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മളോട് ഇപ്പോൾ ഇതിൻ്റെ ഒരു വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ ഗ്രാമം മുഴുവൻ ഒരു ഉത്സവഛായയിലാണ്. ഒരു പക്ഷേ ഈ അടുത്ത പ്രദേശത്തെങ്ങും ആർക്കും ചെയ്യാൻ കഴിയാത്ത വളരെ വലിയൊരു സത്ക്രമത്തിനാണ് ഈ പുലമൺ ശിവപാർവതി ക്ഷേത്രം ഒരുങ്ങുന്നത്. ചേട്ടാ എന്തായി? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി? എന്തായി? പൂർത്തിയായി. എല്ലാ സാധനങ്ങളും അടുത്ത് നാളെ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് ചെറിയ രീതിയിൽ ഒരു അന്നദാനമായിട്ട് തുടങ്ങിയ ഒരു ചടങ്ങാണിത്. നമ്മൾ ഈ മുൻകാലങ്ങളിൽ ഈ റബ്ബറിന്റെ മരത്തിന്റെയൊക്കെ കീഴിൽ ഒരു ചെറിയ അന്നദാന പരിപാടി വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മയ്ക്ക് അന്നദാനത്തിലാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് വലിയൊരു ശ്രദ്ധയിലേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഉത്സവം വരുമ്പോഴും ഈ 11-12 കൂട്ടം പായസത്തിനുള്ള സദ്യ അരങ്ങേറുന്നുണ്ട്. അത് ഏകദേശം ഒരു 10,000-15,000 പേരിനകത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 41 ചടങ്ങിൽ വീണ്ടും അതൊരു ആചാരമായിട്ട് വന്നു. അങ്ങനെ 41 കൂട്ടം കറിയും 12 കൂട്ടം പായസവും ട്രൈ ചെയ്യുന്നു. അല്ല, ഈ ഉത്സവത്തിന് 41 കൂട്ടം കറി ഉണ്ടാവത്തില്ല? കണ്ടില്ലല്ല, ഇത് 41 വിളക്ക് പ്രമാണിച്ച് 41 കൂട്ടം കറി സദ്യ. അങ്ങനെയാണ് ഈ 41 കറി 41 ചിറപ്പ്. ഇപ്പൊ പിന്നെ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ ഈ 41 നമ്മുടെ വടക്കേ നട ഉറപ്പെന്നോട്ട് ചടങ്ങുണ്ട് ഇവിടെ. ആ രണ്ടും കൂടെ ഒരു ദിവസമാണ് വരുന്നത്. അപ്പൊ അതിന് അതിൻ്റെ ഒരു പ്രാധാന്യത്തിലേക്ക് മാറിയിരിക്കുക.
അപ്പോൾ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇതിനും വന്ന് പങ്കാളിയാവും. കഴിഞ്ഞ വർഷങ്ങളിൽ 10,000 പേര് ആഹാരം ഈ ചടങ്ങിന് ആളുകൾ കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഈ വർഷം വന്നാലും നമ്മൾ 10,000 പേര് മേലുള്ളവർക്ക് ഫുഡ് കരുതുന്നുണ്ട്. ഈ 5,000-ന് മേളിൽ എല്ലായിടത്തും കാണുന്നത് സദ്യ വാങ്ങി അവിടെ ഇവിടെയൊക്കെ നോക്കും. പക്ഷെ ഇവിടെ സീറ്റൊക്കെ ഒരുക്കി ഇലയിലാണ് നമ്മൾ തയ്യാറാണ്. പിന്നെ സന്തോഷ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ നേരത്തെയുള്ള മുൻ ഇവിടുത്തെ പ്രസിഡന്റായിരുന്നു. പുള്ളിയുടെ പയ്യായിട്ടാണ് ഈ സമർപ്പണം. അപ്പോൾ ഈ സദ്യക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാരവാഹി കൂടിയായി മുൻ ഭാരവാഹിയൊക്കെ ആയിരുന്ന ബിജു നമ്മളോട് കാര്യങ്ങൾ പങ്കുവച്ചത്. ഇതാണ് പുലമൺ ശിവപാർവതി ക്ഷേത്രം. ഇവിടുത്തെ ഉത്സവമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അടുത്തിടെയാണ് ഇത്ര വിശാലമായ ഉത്സവങ്ങളും ചടങ്ങുകളും ഒക്കെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായി തുടങ്ങിയത്. 41 വിളക്ക് പ്രമാണിച്ച് മണ്ഡലച്ചിറപ്പിൻ്റെ സമാപനമാണ് നാളെ. അത് പ്രമാണിച്ചാണ് ഈ 41 ഇനം കൂട്ടാൻ കറികളും 12 കൂട്ടം പായസവുമായി വിഭവസമൃദ്ധമായ സദ്യ. അതുപോലെ തന്നെ വടക്കേ നട തുറപ്പും നാളെ ഇവിടെ നടക്കും.